പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 ഇംപ്രൂവ്മെൻ്റ് എക്കണോമിക്സ് പരീക്ഷയ്ക്ക് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ, അതായത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരത്തിൻ്റെ ഭാഗങ്ങളും, ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്യും. ഇവിടെ പറയുന്ന ഭാഗങ്ങൾ മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് 101% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളത്. ഇത് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് വരുന്ന ഭാഗങ്ങളാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങളെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് കാണുക. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് എടുത്ത് പഠിക്കേണ്ട ഭാഗമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ബ്രിട്ടീഷ് എക്കോണമിക് പോളിസി ഹാഡ് 2 only ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ പ്രശസ്തൻ ആരാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്തിയ വ്യക്തി ആരാണ്? അത് VKRV റാവു ആണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വൺ വേർഡിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. അതായത് കാർഷിക മേഖല സ്റ്റാഗ്നൻ്റ് ആവാനുള്ള, സ്തംഭിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ നോക്കേണ്ട മറ്റൊന്ന് ടിസ്കോയാണ്. 1907 ആണ് ടിസ്കോ. അത് ചേരുംപടി ചേർക്കുന്നതിലൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. ജാംഷഡ്ജി ടാറ്റയാണ് ടിസ്കോ ആരംഭിച്ചത്. ജാംഷഡ്പൂരിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വ്യാവസായിക സ്ഥാപനമാണ് ടിസ്കോ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം, ഒരു കാരണവശാലും പോവാതിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഒരിക്കലും നിങ്ങളത് വിട്ട് കളയരുത്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, അതായത് നമ്മുടെ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്നുള്ളത്. അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ പ്രകാരം ഇന്ത്യയിലെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും ബ്രിട്ടീഷ് ഭരണകാലയളവിൽ വിവിധ മേഖലകളിൽ തൊഴിലെടുത്തിരുന്ന ആളുകളുടെ എണ്ണം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലൈറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി പോവുക. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റെയിൽവേ എന്ന് പറയുന്നത്. ആ റെയിൽവേയുടെ കോൺസിക്വൻസസ് ആണ് ചോദിക്കുക, അനന്തര ഫലങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. ഇന്ത്യൻ എക്കോണമി 1950 to 1990 ആണ്. 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ്. ഇവിടെ 3 തരം എക്കോണമികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ലോകത്തുള്ള എക്കോണമിയാണ്. നമ്മളത് കോഡ് വെച്ചൊരു മുസോമി എന്നാണ് പറയാറുള്ളത്. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ഇവിടെ 3 എക്കോണമികളെയും കോളം തരംതിരിച്ചിട്ടാണ് ചോദിക്കേണ്ടാവുക. അതായത് 3 എക്കോണമിയിൽ ഉണ്ടാകുന്ന സെൻട്രൽ പ്രോബ്ലത്തെ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ക്യാപിറ്റലിസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈസ് മെക്കാനിസം ആണ്. സോഷ്യലിസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. അതുപോലെ തന്നെ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ക്യാപിറ്റലിസത്തിൽ ഉപയോഗിക്കുന്ന പ്രൈസ് മെക്കാനിസവും സോഷ്യലിസത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ പ്ലാനിങ് അതോറിറ്റിയും, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അടുത്തൊരു ഭാഗം വരുന്നത് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. പ്ലാനിങ് നമ്മൾ എവിടുന്നാണ് കൊണ്ടുവന്നത് ചോദിക്കും. പ്ലാനിങ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യക്തി ആരാണ് ചോദിക്കും. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻസ് രൂപീകൃതമായത് എന്നാണ് ചോദിക്കും. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ചോദിക്കും. രണ്ടും തമ്മിൽ മാറണ്ട. ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ഇന്ത്യയിലെ 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്തത് 1951. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അത് PC മഹലനോബിസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് ചോദിക്കും. അതായത് 4 മാർക്കിൻ്റെ ചോദ്യമാണത്. ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്, അതായത് ഇന്ത്യയിൽ നമ്മൾ ഈ പറഞ്ഞ 5 ഇയർ പ്ലാൻസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ്റെ ഇൻഗ്രീഡിയൻസ് ചോദിക്കാം. ഗ്രീൻ റവല്യൂഷൻ്റെ മെറിറ്റ്, ഡിമെറിറ്റ് അത് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് ഹരിത
വിപ്ലവം, ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക. അതുപോലെ IPR ആണ് മറ്റൊന്ന്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ആണ്, 1956 വ്യാവസായിക നയപ്രമേയം. അത് പ്രകാരം ഇന്ത്യയിലെ വ്യവസായങ്ങൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഏതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കുക, ചെറുകിട വ്യവസായങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെയും കുറിച്ച് പഠിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. രണ്ടായാലും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് കാർവേ കമ്മിറ്റിയാണ്. കാർവേ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്? 1955 കാർവേ കമ്മിറ്റി രൂപീകരിച്ചത്. അത് ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് കാർവേ കമ്മിറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള ഒന്നാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അതായത് ഇറക്കുമതി പ്രതിസ്ഥാപനം അല്ലെങ്കിൽ ഇറക്കുമതിക്ക് ബദൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇവിടുന്ന് ഒരു എസ്സേ ചോദിക്കും. അതായത് 1991 നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അവിടെ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ലിബറലൈസേഷൻ എഴുതുക, ലിബറലൈസേഷൻ നടപ്പിലാക്കിയ മേഖലകൾ എഴുതുക, അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ കൂടെ തന്നെ നമ്മൾ എഴുതേണ്ടത് ഔട്ട്സോഴ്സിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഒരു എസ്സേ ആയി മാറുന്നതാണ്. പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസ് ഈ ചാപ്റ്ററിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിൻ്റെ പശ്ചാത്തലമാണ് ചോദിക്കുന്നത്. അത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. പിന്നെ WTO എന്താണെന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. WTO 1995 നിലവിലെന്ന് അറിയാം. WTOയ്ക്ക് മുമ്പുണ്ടായിരുന്ന സ്ഥാപനം ഏതാണെന്ന് പഠിക്കുക. അത് ഗാട്ടാണ്. ഗാട്ട് 1948 സ്ഥാപിതമായത് എന്നൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. അതൊക്കെ വൺ വേർഡിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അത് പോവർട്ടിയാണ്. ഒരിക്കലും നിങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചാപ്റ്ററാണ് ഏത്, പോവർട്ടി എന്ന് പറയുന്നത്. പോവർട്ടിയെ സംബന്ധിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത് കാറ്റഗറൈസിങ് പോവർട്ടിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പോവർട്ടി എത്ര തരം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തരംതിരിച്ച്, ഓൾവേസ് പൂവർ, യൂഷ്വലി പൂവർ, ചേണിങ് പൂവർ, ഒക്കേഷണൽ പൂവർ, അങ്ങനെയുള്ള കുറേ പൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. അതുപോലെ പോവർട്ടി ലൈൻ എന്താണ്, ഡോളർ പോവർട്ടി ലൈൻ എന്താണ്, അതുപോലെ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന പോവർട്ടി എങ്ങനെയുള്ളതാണ് കലോറിയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഹെഡ് കൗണ്ട് റേഷ്യോ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ എസ്സേയുമായി കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒന്നാണ് ഈ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ പോളിസീസ്, പ്രോഗ്രാംസ്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രത്യേക പരിപാടികളും അതുപോലെ തന്നെ അതിൻ്റെ പോളിസികളും ഒക്കെ കൃത്യമായിട്ട് ചോദിക്കും. അതേ എസ്സേയാണ്, എന്തായാലും ചോദിക്കും. ഒരു കാരണവശാലും നിങ്ങളത് പഠിക്കാതെ പോകരുത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. അതായത് മനുഷ്യ മൂലധന രൂപീകരണം ഇന്ത്യയിൽ എന്നുള്ളത്. എന്താണ് മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പഠിക്കുക. മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുക. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദി ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ളിടത്ത് നമ്മൾ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ ഈ ഒരു ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഹ്യൂമൻ ക്യാപിറ്റൽ അതായത് മനുഷ്യ മൂലധനവും ഭൗതിക മൂലധനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിനെയും അതുപോലെ നമ്മുടെ ഈ ഒരു ഹെൽത്ത് സെക്ടറിനെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, NCERT, UGC, SCERT, AICTE, അതുപോലെ തന്നെ ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പറയുന്ന ഒന്നാണ്. ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ പഠിക്കാനുള്ളത്. അത്രയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല. എങ്കിലും നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒന്ന് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതായത് കാർഷിക വിപണനം എളുപ്പമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കിയുള്ള പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഈ പറഞ്ഞ റെഗുലേറ്റർ മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, അങ്ങനെ കുറച്ച് പോയിന്റ്സുകളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ. എന്താണ് ഓർഗാനിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ. അതായത് ജൈവകൃഷിയാണ്, ജൈവകൃഷിയുടെ ഗുണങ്ങളും ദോഷങ്ങളും. പിന്നെ ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെൻ്റ് എന്നുള്ളതിൽ നമ്മൾ എന്തായാലും പഠിക്കേണ്ട ഒന്നാണ് ഈ കാഷ്വൽ വർക്കേഴ്സ്, സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്, അതുപോലെ തന്നെ റെഗുലർ സാലറീഡ് എംപ്ലോയീസ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൽ ചോദിക്കുന്ന ഒന്ന് ഈ ഒരു എന്താ പറയുക, ഈ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ഭാഗം പഠിക്കണം. അതായത് തൊഴിലാളികളുടെ അനൗപചാരികവൽക്കരണം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് ഇത് ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് കാഷ്വൽ ലേബേഴ്സ്, അതുപോലെ സെൽഫ് എംപ്ലോയിഡ് ലേബേഴ്സ്, റെഗുലർ സാലറീഡ് എംപ്ലോയീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ ഫോർമൽ സെക്ടർ എന്താണ്, ഇൻഫോർമൽ സെക്ടർ എന്താണെന്നൊന്ന് ചോദിക്കും, അത് മനസ്സിലാക്കുക. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, വ്യത്യസ്ത തരം അൺഎംപ്ലോയ്മെൻറ്റ് ഏതൊക്കെയാണ്, അതായത് തൊഴിലില്ലായ്മ, വിവിധ തരം തൊഴിലില്ലായ്മകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അതുപോലെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എത്ര തരം ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ്? ഒന്ന് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, രണ്ടാമത്തത് പിന്നെ എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എനർജി എന്ന് പറഞ്ഞ ഭാഗമാണ്. കമേഴ്ഷ്യൽ എനർജി, നോൺ കമേഴ്ഷ്യൽ എനർജി, അതായത് വാണിജ്യോർജ്ജം, അതുപോലെ വാണിജ്യേതര ഊർജ്ജം. അതിന് വീണ്ടും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. കൺവെൻഷണൽ എനർജി, നോൺ കൺവെൻഷണൽ എനർജി, അതായത് പാരമ്പര്യ ഊർജ്ജം, പാരമ്പര്യേതര ഊർജ്ജം. അതൊക്കെ വൺ വേർഡിലോ അല്ലെങ്കിൽ കോളം തരംതിരിക്കാൻ വേണ്ടി 4 മാർക്ക് വരെയൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 6 മാർക്കിൻ്റെ ചോദ്യമാണ് പവർ സെക്ടർ ചാലഞ്ചസ്, അതായത് പവർ സെക്ടേഴ്സ് അല്ലെങ്കിൽ വൈദ്യുത മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. മെഡിക്കൽ ടൂറിസം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്, 2 മാർക്കിൻ്റെയാണ് അത് ചോദിക്കുന്നത്. മെഡിക്കൽ ടൂറിസം കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട മെഡിസിൻ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ISM എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, അതുപോലെ ഹോമിയോപ്പതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നാച്ചുറോപ്പതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അത് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ 2 മാർക്ക് വരെയൊക്കെ ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. അതുപോലെ നമുക്ക് പറയാവുന്ന 9ാമത്തെ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഇവിടെ ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു ചോദ്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഫങ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. അതുപോലെ ഇതൊന്ന് ചോദിക്കാവുന്ന മറ്റൊന്ന് ഈ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതായത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ഈ എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുക ധർമ്മങ്ങൾ, അതായത് ഈ നമ്മുടെ സസ്റ്റെയിൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റെയിൻ ഡെവലപ്മെൻറ്റ്, തന്ത്രങ്ങളാണ്. ഓക്കെ, സസ്റ്റെയിൻ ഡെവലപ്മെൻറ്റ് നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് പഠിക്കണം, ഓസോൺ ഡിപ്ലീഷൻ പഠിക്കണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളൊന്ന് നോക്കി പോകണം നിർബന്ധമായിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് 10ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. 10ാമത്തെ അത്രയ്ക്കാണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. 3 രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് അത്. അതിൽ HDI അല്ലെങ്കിൽ ആ സൂചകങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 70 മാർക്ക് നമ്മുടെ എക്കണോമിക്സ് മൊത്തമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഈ ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉറപ്പാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടെ ഒരു ദയ കാണിക്കുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.